അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ ആർട്ട് ട്രൈ ചെയ്ത് നോക്കിയാലോ. ക്വില്ലിംഗ് ആർട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. കുറേ കാലമായിട്ട് ഞാൻ എൻ്റെ പിൻട്രസ്റ്റിൽ എപ്പോഴും കാണുന്നുണ്ട് കേട്ടോ. ഇത് എപ്പോൾ കാണുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുമെങ്കിലും ഒരുപാട് പണിയെടുക്കേണ്ടി വരും എന്ന് കരുതിയിട്ട് മാറ്റി വെച്ചൊരു സാധനമായിരുന്നു കേട്ടോ ഇത്. ആൻഡ് ഫൈനലി നമ്മൾ ഇന്ന് അതാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. ആദ്യത്തെ ട്രൈ ആയതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും ഓവറാക്കാൻ പോകുന്നില്ല. ഒരു ഹാർട്ട് വെച്ച് സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് പല കളറിലുള്ള ഇതുപോലത്തെ പേപ്പർ സ്ട്രിപ്സ് ഞാനൊരു 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ വൈറ്റ് കളർ സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് ആ ഹാർട്ടിൻ്റെ ബോർഡർ ഒന്ന് ചെയ്തെടുക്കാം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി വരുന്നത്. വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ഷേപ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. ഇത്രയിലുള്ള ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കുക, ഓരോ ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുത്താൽ പോരേന്ന്. പക്ഷെ ഇത് കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, നല്ല പാടുള്ള പരിപാടിയാണ്. പക്ഷെ ഇത് അറിയുന്നവർക്ക് ഇത് ഭയങ്കര സിമ്പിളായിരിക്കും. പക്ഷെ നമുക്ക് ഈ പരിപാടി അറിയില്ലല്ലോ. അവസാനം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലത്തെ 2-3 ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഷേപ്സ് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേ എൻ്റെ പകുതി കോൺഫിഡൻസ് അവിടെ പോയിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും ഇത് കിട്ടുന്നില്ല. അവസാനം എന്തായാലും തുടങ്ങിയല്ലേ ഫിനിഷ് ചെയ്തേക്കാന്നുള്ള രീതിക്കാട്ടോ ബാക്കി ചെയ്ത്. അങ്ങനെ ഉണ്ടാക്കിയ ഷേപ്സൊക്കെ ഇതിലേക്ക് അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഇത് ഫിനിഷായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതും നമ്മൾ ഫസ്റ്റ് ട്രയൽ ഇത്രയും നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളിത് കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഞാൻ എന്തായാലും ഇനിയും ക്വില്ലിംഗ് ആയിട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പ്രോസസ്സ് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെങ്കിലും പക്ഷേ ഈ ഫൈനൽ റിസൾട്ട് നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് കിട്ടുമെങ്കിൽ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളിത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി സ്പേസ് ഇതുപോലെ ബ്ലാങ്കായി കിടന്ന് കണ്ടപ്പോൾ ഞാൻ ഇതൊരു കാർഡാക്കിയാണ് കേട്ടോ മാറ്റുന്നത്. നമ്മളെ കഴിവും പൊട്ടൻഷ്യലും നമ്മളാ കാർഡ് നന്നായിട്ട് അറിയുന്ന ഒരാളും ഉണ്ടാവില്ല. സോ എപ്പോഴും നമ്മളെ കഴിവിൽ വിശ്വസിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.